കൊരട്ടി ചിറങ്ങര ഭാഗത്ത് റെയിൽവേ ട്രാക്കിനോടടുത്താണ് മോഷണം നടന്ന വീട്. ചെമ്പകശ്ശേരി പ്രകാശനും ഭാര്യയും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ 2 പെൺമക്കളുടെയും ചെറുമക്കളുടെയും സ്വർണം മറ്റൊരു മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ 2:30-ഓടെ വീട്ടുകാർ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോൾ സ്വർണം സൂക്ഷിച്ചിരുന്ന മുറിയിൽ ലൈറ്റ് ഓണായി കിടക്കുന്നത് കണ്ടു. അവിടേക്ക് ചെന്നപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. മുറിയിലെ അലമാരയിൽ കവറിലാക്കി വെച്ചിരുന്ന 35 പവൻ സ്വർണം കവർന്നു. തൊട്ടടുത്ത വീട്ടിൽ നിന്നും കമ്പിപ്പാരയെടുത്ത് പ്രകാശിന്റെ വീടിന്റെ ജനലഴികൾ തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. ആദ്യം കയറിയ മുറിയിൽ തന്നെ സ്വർണമുണ്ടായിരുന്നു. എല്ലാ തുണികളും വലിച്ചിട്ടേക്കണു. നമ്മുടേതല്ലാണ്ട് ഒരു പിക്കാസോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം വെച്ച് 30 പവൻ്റെ അടുത്തുണ്ട്. ചേച്ചിയുടെയാണ് കൂടുതലും. ചേച്ചിയുടെ കല്യാണത്തിൻ്റെ കൊടുത്ത സ്വർണ്ണങ്ങൾ, പിന്നെ അമ്മയുടെ അച്ഛൻ്റെ എല്ലാ സ്വർണ്ണങ്ങളും ഒരുമിച്ചാണ്. പിള്ളേരുടെ. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. 2 പേർ മാത്രമുള്ള വീട്ടിൽ കൃത്യമായി സ്വർണം വെച്ചിരിക്കുന്ന മുറിയിൽ തന്നെ മോഷ്ടാവ് കയറിയതിൽ പോലീസിന് സംശയമുണ്ട്. ഈ പ്രദേശത്തെ CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ള പോലീസ് പരിശോധിക്കുന്നു. കൊരട്ടി പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.